വെൽക്കം ടു ദി മലയാളം ബൈബിൾ ക്വിസ്. വെളിപ്പാട് പുസ്തകം അധ്യായം 3, ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ പേരെന്ത്? എ ഹെബ്രോൻ, ബി പുതിയ യെരൂശലേം, സി ദമസ്കസ്, ഡി യഹൂദ. ഉത്തരം ബി പുതിയ യെരൂശലേം. വെളിപ്പാട് പുസ്തകം 3:12. രണ്ടാമത്തെ ചോദ്യം, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ കർത്താവ് ഏത് പള്ളിയിൽ നിന്നാണ് വരുത്തുന്നത്? എ പരീശൻ്റെ, ബി സദൂക്കിൻ്റെ, സി സാത്താൻ്റെ, ഡി ക്രിസ്തുവിൻ്റെ. ഉത്തരം സി സാത്താൻ്റെ. വെളിപ്പാട് പുസ്തകം 3:9. മൂന്നാമത്തെ ചോദ്യം, വെള്ളയുടുപ്പ് ധരിക്കുന്നതാരാണ്? എ പുരോഹിതൻ, ബി ജയിക്കുന്നവൻ, സി പ്രവാചകൻ, ഡി യോഹന്നാൻ. ഉത്തരം ബി ജയിക്കുന്നവൻ. വെളിപ്പാട് പുസ്തകം 3:5. നാലാമത്തെ ചോദ്യം, ദൈവവചനം കാത്തു സൂക്ഷിച്ച സഭയേത്? എ ഫിലദൽഫിയയിലെ സഭ, ബി സർദീസിലെ സഭ, സി ലവദോക്കിയിലെ സഭ, ഡി എഫെസോസിലെ സഭ. ഉത്തരം എ ഫിലദൽഫിയയിലെ സഭ. വെളിപ്പാട് പുസ്തകം 3:8. അഞ്ചാമത്തെ ചോദ്യം, ജയിക്കുന്നവന് താൻ എന്തു വരം നൽകുമെന്നാണ് ലവദോക്യ സഭയിലെ ദൂതനോട് കർത്താവ് പറഞ്ഞത്? എ ഭൂമിയിൽ ദീർഘായുസ് കൊടുക്കും, ബി തലമുറകളെ കൊടുക്കും, സി കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുത്തും, ഡി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും. ഉത്തരം സി കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുത്തും. വെളിപ്പാട് പുസ്തകം 3:21. ആറാമത്തെ ചോദ്യം, ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ ആര്? എ യഹൂദൻ, ബി ആമേൻ എന്നുള്ളവൻ, സി ത്രിയേകൻ, ഡി ആദം. ഉത്തരം ബി ആമേൻ എന്നുള്ളവൻ. വെളിപ്പാട് പുസ്തകം 3:14. ഏഴാമത്തെ ചോദ്യം, ശീതോഷ്ണവാനാകിയാൽ കർത്താവ് തൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയുന്നത് ഏത് സഭയാണ്? എ പെർഗമോസിലെ സഭ, ബി ലവദോക്കിയിലെ സഭ, സി സ്മുർണയിലെ സഭ, ഡി സർദീസിലെ സഭ. ഉത്തരം ബി ലവദോക്കിയിലെ സഭ. വെളിപ്പാട് 3:16. എട്ടാമത്തെ ചോദ്യം, ജയിക്കുന്നവൻ്റെ മേൽ ആരുടെയൊക്കെ നാമങ്ങളാണ് കർത്താവ് എഴുതുന്നത്? എ ജയിക്കുന്നവൻ്റെയും അവൻ്റെ തലമുറയുടെയും, ബി ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ നഗരത്തിൻ്റെയും കർത്താവിൻ്റെ പുതിയ നാമവും, സി ജയിക്കുന്നവൻ്റെയും ആമേൻ എന്നുള്ളവൻ്റെയും, ഡി ദൈവത്തിൻ്റെയും അബ്രഹാമിൻ്റെയും. ഉത്തരം ബി ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ നഗരത്തിൻ്റെയും കർത്താവിൻ്റെ പുതിയ നാമവും. 9. കർത്താവിന് പ്രിയമുള്ളവരെ താൻ എന്തു ചെയ്യുന്നു എന്നാണ് ലവദോക്യ സഭയോട് പറഞ്ഞിരിക്കുന്നത്? എ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ബി നന്മകൾ മാത്രം ചെയ്യുന്നു, സി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തുന്നു, ഡി അവരോടുകൂടെ അത്താഴം കഴിക്കും. ഉത്തരം എ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 3:19. പത്താമത്തെ ചോദ്യം, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇത് ഏത് സഭയെക്കുറിച്ചാണ് പറഞ്ഞത്? എ ലവദോക്കിയിലെ സഭ, ബി സ്മുർണയിലെ സഭ, സി പെർഗമോസിലെ സഭ, ഡി സർദീസിലെ സഭ. ഉത്തരം ഡി സർദീസിലെ സഭ. വെളിപ്പാട് 3:1.